ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എന്റെ വിനീതമായ പ്രണാമം. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ഇന്നലെ 5 ശ്ലോകങ്ങളാണ് പഠിച്ചത്. 6-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നോക്കാം. ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 12 ശ്ലോകം 6. കിം തേ കാമസുരാ സ്പാർഹ മുകുന്ദ മനസോ ദ്വിജാഃ അതിജഹ്രോർമുദം രാജ്ഞ ക്ഷുദിതസ്യായതേ തരേ. പ്രഭുജി ചൊല്ലു. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. കിം തേ കാമസുരസ്പാർഹ മുകുന്ദ മനസോതിജഃ അതിജഹ്രുമുദം രാജ്ഞ ക്ഷുദിതസ്യ യതേതരേ. വിവർത്തനം ശ്രീല പ്രഭാതർ കീച്ചേ. ഹേ ബ്രാഹ്മണരെ, സ്വർഗലോകവാസികൾ പോലും അതിനെ അഭിലഷിച്ചിരുന്ന തരത്തിൽ മോഹിപ്പിക്കുന്നതായിരുന്നു രാജാവിന്റെ ഐശ്വര്യം. എന്നാൽ അദ്ദേഹം ഭഗവത് സേവനത്തിൽ ദിഗമഗ്നായിരുന്നതിനാൽ ഭഗവത് സേവനമൊഴികെ മറ്റൊന്നിനും തന്നെ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു യുധിഷ്ഠിര മഹാരാജാവിന്റെ ഗുണങ്ങളെ കുറിച്ച്. അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് നമ്മൾ പറഞ്ഞിരുന്നു. എല്ലാവരുടെയും അച്ഛനെ പോലെയാണ്. പിതൃവത് രഞ്ജയൻ പ്രജഹ, എല്ലാ പ്രജകളെയും അദ്ദേഹം പ്രീതിപ്പെടുത്തുന്നു. നിഷ്പൃഹ സർവകാമേഭ്യ, അതായത് ഭൗതികമായിട്ടുള്ള ഒരു ആഗ്രഹങ്ങളും ഇല്ലാതെ, ഇന്ദ്രിയ സുഖഭോഗങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ലാതെ, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ, അതേപോലെ അതാണ് യുധിഷ്ഠിര മഹാരാജന്റെ ക്വാളിറ്റീസ്. ഇതിന്റെ എല്ലാം കാരണം എന്താണ്? അദ്ദേഹം കൃഷ്ണ പാദാനുസേവയ, ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു, സദാസമയം ഭഗവാനെ സേവിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവത് സേവനമാണ്. ആ ഒരു ഭാവത്തിലാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കീർത്തി, യുധിഷ്ഠിര മഹാരാജാവ് വളരെ ഫേമസ് ആയിരുന്നു. എല്ലാവർക്കും യുധിഷ്ഠിര മഹാരാജാവിനെ, അതായത് ലോകം മുഴുവനും മാത്രമല്ല, മറ്റുള്ള ഈവൻ ദേവതമാര് പോലും അദ്ദേഹത്തിന്റെ കീർത്തിയെ പ്രശംസിച്ചിരുന്നു. അത്രയും ഫേമസ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ഈ ഒരു ശ്ലോകത്തിൽ ഇതെല്ലാം ഉണ്ടായിട്ടും യുധിഷ്ഠിര മഹാരാജാവ് ജംബുദ്വീപ് മുഴുവനും മാത്രമല്ല, ഭൂമണ്ഡലം മാത്രമല്ല, ഇവൺ ഉപരിലോകങ്ങളിൽ പോലും, സ്വർഗലോകങ്ങളിൽ പോലും ഫേമസ് ആയിരുന്നു. എന്നാലും ഇതെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹം പൂർണ്ണമായിട്ടും അദ്ദേഹം മുകുന്ദ മനസ്സ്, അദ്ദേഹം ഭഗവാൻ മുകുന്ദനിൽ പൂർണ്ണമായിട്ടും നിമഗ്നനായിട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഭഗവത് സേവനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. ഭഗവാൻ അല്ലാതെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വേറെ ആരുമില്ല, വേറെ ഒന്നുമില്ല, വേറെ ഒരു ആഗ്രഹവുമില്ല. അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഇതിനോടൊന്നും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അദ്ദേഹത്തിന് വിരക്തി ഉണ്ടായിരുന്നു. ഇതെല്ലാം ലോകം മുഴുവനും ഭരിക്കുന്ന വ്യക്തി, ലോകം മാത്രമല്ല ഈ ബ്രഹ്മാണ്ടം മുഴുവനും അറിയപ്പെടുന്ന ഒരു വ്യക്തി, ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നാച്ചുറലി ആ സ്ഥാനത്തോടും ഒരു പൊസിഷനോടും, അതേപോലെ ആ കീർത്തി അല്ലെങ്കിൽ പൂജാലാഭ പ്രതിഷ്ഠ എല്ലാം ശരിക്കും പറയുകയാണെങ്കിൽ അറ്റാച്ച്മെന്റിന്റെ വലിയൊരു സംഭവമാണത്. പൈസയേക്കാൾ കൂടുതൽ പേടിക്കേണ്ടത് നമ്മൾ അങ്ങനെയുള്ള അറ്റാച്ച്മെന്റ് ആണ്. അതായത് പൂജാലാഭ പ്രതിഷ്ഠ, ഇതെല്ലാം സൂക്ഷ്മമായിട്ടുള്ള അറ്റാച്ച്മെന്റ്സ് ആണ്. അതാണ്. പക്ഷെ നമ്മൾ അറിയ പോലും ഇല്ല അത് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ അത് കയറി വരുന്നതും അത് നമ്മളെ എല്ലാം കൊണ്ടും കീഴ്പ്പെടുത്തി കളയുന്നു. എല്ലാ നല്ല ക്വാളിറ്റീസും നഷ്ടപ്പെടുന്നു. അതാണ് പൂജാലാഭ പ്രതിഷ്ഠ വളരെ അപകടം പിടിച്ച ഒരു സംഭവമാണ്. യുധിഷ്ഠിര മഹാരാജാവ് ഇതെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹം എല്ലാത്തിൽ നിന്നും അദ്ദേഹത്തിന് ഒന്നിനോടും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാനമാനങ്ങളോടോ കീർത്തിയോടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്പത്തിനോടോ ഒന്നിനോടും തന്നെ അദ്ദേഹത്തിന് ഒരു ആകർഷണം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സദാസമയവും മുകുന്ദ മനസ്സോ, ഭഗവാനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴുവനും മുകുന്ദൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ശില പ്രഭുപാദ് പറയുന്നു,
ജീവജാലങ്ങൾക്ക് രണ്ട് തരത്തിലാണ് അവര് സന്തോഷം അവര് കാണുന്നത്. ഒന്ന്, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടുന്നത്, ഒന്ന് പൂർണ്ണമായിട്ടും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ സുഖഭോഗങ്ങളിലൂടെ ചില ആളുകൾക്ക് അവര് സന്തോഷം കണ്ടെത്തുന്നു. ആക്ച്വലി അത് ജഡാനന്ദമാണ്. ആനന്ദം ഒരു പെർമനന്റ് ആയിട്ടുള്ളതല്ല, മാത്രമല്ല ജഡവസ്തുവിൽ നിന്ന് കിട്ടുന്നതാണ്. അത് ശരിയായിട്ടുള്ളതുമല്ല. പക്ഷെ എന്നാലും ആളുകൾക്ക് അതിൽ ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ ഒരു സംതൃപ്തി കിട്ടുന്നു. എന്നാൽ മറിച്ച് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നവർക്കോ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നവർക്കോ അവർക്കും അങ്ങനെയുള്ള ആളുകൾക്കും ഒരുപാട് സന്തോഷവും ആനന്ദവും കിട്ടുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ശരിയായിട്ടുള്ള ആനന്ദവും ഒന്ന് ജഡ ആനന്ദവുമാണ്. അതീന്ദ്രിയമായിട്ടുള്ള ആനന്ദം എന്ന് പറയുമ്പോൾ അത് ആത്മീയമായിട്ടുള്ള ആനന്ദമാണ്. എന്നാൽ ജഡാനന്ദം അതിനൊരു സംതൃപ്തി ആണെങ്കിലും അത് ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്രയായാലും നമുക്ക് അതിൽ മതിയാവില്ല. കൂടുതൽ കൂടുതൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ വരുന്നു. പിന്നെ അത് മാത്രമല്ല, തുടക്കത്തിൽ ഈ കാര്യങ്ങളെല്ലാം തോന്നുന്നു അമൃതായിട്ട് തോന്നും, എന്നാൽ പിന്നീട് അത് വിഷമായി മാറുന്നു. അതാണ് ജഡാനന്ദത്തിന്റെ പ്രത്യേകത. എന്നാൽ അതീന്ദ്രിയമായിട്ടുള്ള ആനന്ദമാണെങ്കിലോ ആത്മീയ തലത്തിലുള്ള ആനന്ദമാണെങ്കിലോ നമ്മളെപ്പോഴും ഒരേപോലെ ശാശ്വതമായി നമുക്ക് ആ ഒരു ആനന്ദം, ആ ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ശ്രീല പ്രഭുപാദ് പറയുന്നു, എങ്ങനെയാണോ ഒരു സേവകൻ യജമാനനെ സേവിക്കുന്നത്, ആ ഒരു റിലേഷൻഷിപ്പില് ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് ആനന്ദമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം നമ്മളോട് പറയുന്നു. പ്രഭുപാദ് പറയുന്നത്, നമ്മൾ ഭഗവാനെ സേവിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ സേവിക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ദ്രിയങ്ങളുടെ സേവകരായി മാറിക്കഴിഞ്ഞാൽ ആണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. സാധാരണ ഈ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ സുഖഭോഗങ്ങൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ പുറകിൽ ഓടുന്ന ആളുകളുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും ഇന്ദ്രിയങ്ങളുടെ അടിമകളാണ്. ഇന്ദ്രിയങ്ങളുടെ അടിമകൾ. എന്താണ് ഇന്ദ്രിയങ്ങൾ പറയുന്നത് അത് ചെയ്യുന്നു. എന്നാൽ അങ്ങനെ ആയിരിക്കരുത്. ഇന്ദ്രിയങ്ങൾ ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കേണ്ടതാണ്. സർവോപാധി വിനിർമുക്തം തത്പരത്വേന നിർമ്മലം ഋഷികേന ഋഷികേശ സേവനം ഭക്തി രുച്യത്തെ. ഋഷിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, ഋഷികേശ എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ, ഇന്ദ്രിയങ്ങളുടെ മാസ്റ്റർ എന്ന് അർത്ഥം വരുന്നു. ഇപ്പോൾ ഇന്ദ്രിയങ്ങൾ നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ളത് അദ്ദേഹത്തെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ നമ്മുടെ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതൊക്കെ പ്രഭുപാദ് ഇവിടെ പറയുന്നു. യുധിഷ്ഠിര മഹാരാജാവിന്റെ അവസ്ഥ, അദ്ദേഹം മുക്താവസ്ഥയിലാണ്. അദ്ദേഹത്തിന് ഇതെല്ലാം ഉണ്ടായിട്ടും, എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ സമ്പത്തും ഉണ്ടായിട്ടും അദ്ദേഹത്തിന് അതിനോടൊന്നും താല്പര്യമില്ല. അദ്ദേഹം പൂർണ്ണമായിട്ടും ഭഗവാനെ ഓർത്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, സേവിച്ചുകൊണ്ടിരിക്കുന്നു. ഇഹായസ്യ ഹരേർദാസേ കർമ്മണ മനസാഗിര നിഖിലാസു അപി അവസ്ഥാസു ജീവൻ മുക്ത സൗച്യതേ. ഭക്തിരസാമൃത സിന്ധുവിൽ ശീലരൂപ ഗോസ്വാമി പറഞ്ഞതുപോലെ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഈ ഭൗതിക ലോകത്തിലുള്ള സമയത്ത് പോലും നമ്മൾ മുക്താവസ്ഥയിലാണ് എന്നുള്ളത്. യുധിഷ്ഠിര മഹാരാജാവിന്റെ അവസ്ഥ അതാണ്. യുധിഷ്ഠിര മഹാരാജാവ് ഈ ലോകത്ത് ആണെങ്കിലും അദ്ദേഹം മുക്തനാണ്. അതാണ് പ്രഭുപാദ്ജി ശ്ലോകവും പ്രഭുപാദിന്റെ എക്സ്പ്ലനേഷനും പറയുന്നു. പിന്നീട് പ്രഭുപാദ് പറയുന്നു വിശപ്പിനെ കുറിച്ച്. ആളുകൾ, ഈ ലോകത്തുള്ള ആളുകൾ എല്ലാവർക്കും എപ്പോഴും വിശപ്പാണ്, അല്ലെ? എന്തിനോടുള്ള വിശപ്പാണ്? പ്രഭുപാദ് പറയുന്നു, വിശപ്പ് ഈ ഭക്ഷണം കഴിക്കുവാനോ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങൾക്കോ ഉള്ള വിശപ്പ് അല്ല ശരിക്കും വേണ്ടത്. ശരിക്കുള്ള വിശപ്പ് എന്താണ്? ആത്മീയമായിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക്, ആത്മീയമായിട്ടുള്ള ഒരു വിശപ്പാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. അതാണ് പ്രഭുപാദ് പറയുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ അന്ധകാരത്തിലാണ് ഇരിക്കുന്നത്. അന്ധകാരത്തിൽ ഇരിക്കുന്ന സമയത്ത്, അവിദ്യയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളതൊക്കെ ആയിരിക്കും, നമുക്ക് ഭക്ഷണവും മറ്റുള്ള ഇന്ദ്രിയ സുഖഭോഗങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ കാര്യം. ഭക്ഷണത്തിന്റെ ഉദ്ദേശം എന്താണ്? ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, അല്ലെ? അതാണ് മെയിൻ കാര്യം. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിനു വേണ്ടിയിട്ടാണ് ആളുകൾ കഴിക്കുന്നത്. അപ്പോൾ
ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല, ഇന്ദ്രിയങ്ങൾ നമ്മൾ അതിൽ ഇന്ദ്രിയ സുഖങ്ങൾ എന്ന് പറയുന്നത് ഇതേപോലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ആ പ്രത്യേകിച്ചും ഏത് ഇന്ദ്രിയമാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഇന്ദ്രിയം ഉപയോഗിച്ച് എന്തെങ്കിലും അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു സുഖം കിട്ടുന്നു. ഇതാണ് സംഭവം. എന്നാൽ ശ്രീല പ്രഭുപാദ് പറയുന്നു, നമുക്ക് നമ്മുടെ വിശപ്പ് വേണ്ടത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ആത്മീയമായിട്ടുള്ള ഇന്ദ്രിയം, ആത്മീയമായിട്ടുള്ള സുഖം, ഓക്കെ, അത് നമുക്ക് ആഗ്രഹിക്കാം. അത് തെറ്റല്ല. ഭഗവാനെ സേവിക്കുക, ഭഗവത് സേവനങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയുന്നതും അതെല്ലാം അതീന്ദ്രിയമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ആഗ്രഹങ്ങളാണ്. അതെല്ലാം നമുക്ക് ആഗ്രഹിക്കാം. എന്നാൽ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ സുഖങ്ങൾ നമ്മൾ ആഗ്രഹിക്കരുത് എന്നുള്ളതും പ്രഭുപാദ് ഇവിടെ പറയുന്നു. ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ആത്മീയ പാത പിന്തുടരണം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും എന്നുള്ളതും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. 7ാമത്തെ ശ്ലോകം. ഈ ശ്ലോകം 7ാമത്തെ ശ്ലോകത്തിൽ 7 മുതൽ 11ാമത്തെ ശ്ലോകം വരെ പരീക്ഷിത് മഹാരാജാവിനെ എങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണൻ രക്ഷിക്കുന്നത് എന്നുള്ളത് പറയുന്നു. നമുക്ക് നോക്കാം. ശ്ലോകം 7. മാതുർ ഗർഭ ഗതോ വീരഃ സ തദാ ഭൃഗുനന്ദന ദദർശ പുരുഷം കഞ്ചിത് ദഹ്യമാനോസ്ത്ര തേജസ. ഹരേ കൃഷ്ണ പ്രഭുജി. വായിക്കട്ടെ പ്രഭുജി. വായിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. മാതുർഗർഭഗതോ വീര സ തഥാ ഭൃഗുനന്ദന ദദർശ പുരുഷം കശ്ചിത് ദഹ്യമാനോസ്ത തേജസ. വിവർത്തനം ശ്രീ A.C. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഹേ ഭൃഗുനന്ദന, അതായത് ശൗനകൻ, മഹായോദ്ധാവായ പരീക്ഷിത്ത് തന്റെ മാതാവായ ഉത്തരയുടെ ഗർഭപാത്രത്തിൽ ശിശുവായിരിക്കുമ്പോൾ, അതായത് അശ്വത്ഥാമാവിനാൽ പ്രയോഗിക്കപ്പെട്ട ബ്രഹ്മാസ്ത്രത്തിന്റെ ദഹിപ്പിക്കുന്ന താപത്താൽ ക്ലേശിച്ചിരുന്നപ്പോൾ പരമപുരുഷനായ ഭഗവാൻ തന്റെ നേർക്ക് വന്നണയുന്നത് അദ്ദേഹത്തിന് ദർശിക്കുവാൻ കഴിഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു, പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹം ഭഗവാനെ കാണുന്നു ഗർഭപാത്രത്തിൽ. ഉത്തരമാതയുടെ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് പരീക്ഷിത് മഹാരാജാവ് ഭഗവാനെ കാണുന്നു. അപ്പൊ നമുക്കറിയാം, അശ്വത്ഥമാവിന്റെ ബ്രഹ്മാസ്ത്രം അതിനെ നിർവീര്യമാക്കാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ, അല്ലെങ്കിൽ അത് ഉത്തരമാതയുടെ ഗർഭത്തിലേക്കായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. ഭഗവാൻ അവിടെ അതിലേക്ക് പ്രവേശിച്ച്, ശരീരത്തിലേക്ക് പ്രവേശിച്ച് അവിടെ അദ്ദേഹം സംരക്ഷിക്കുന്നു. ആ ഗർഭപാത്രത്തെ അദ്ദേഹം വലയം കൊടുത്ത് അദ്ദേഹം സംരക്ഷിക്കുന്നു. പ്രഭുപാദ് പറയുന്നു, ഈ ശ്ലോകത്തിൽ പറയുന്നു, ആ ബ്രഹ്മാസ്ത്രത്തിന്റെ ഒരു ചൂട് പരീക്ഷിത്ത് മഹാരാജ് അദ്ദേഹത്തിന് അനുഭവിച്ചിരുന്നു. എന്നാൽ അതേ സമയത്ത് ഭഗവാൻ വന്ന് അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ദദർശ പുരുഷം, പരീക്ഷിത്ത് മഹാരാജാവ് ഭഗവാന്റെ ദർശനം കിട്ടി എന്നാണ് പറയുന്നത്. ഭഗവാനെ കണ്ടു എന്നാണ് അവിടെ പറയുന്നത്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ ഈ ഒരു അവസരത്തിൽ അദ്ദേഹം പറയുന്നത്, പരീക്ഷിത്ത് മഹാരാജാവ് ഈ അതായത് പരീക്ഷിത് മഹാരാജാവ് ഗർഭപാത്രത്തിൽ ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം വളർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ഇന്ദ്രിയങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്നു, അല്ലെ? ആ സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇതേപോലെ നമ്മുടെ കണ്ണുകൾ പോലെ ഫുള്ളി ആക്റ്റീവ് ആയിട്ടില്ല. എന്നാൽ ഒരു മാനസിക തലത്തിലുള്ള കണ്ണ് ഓൾറെഡി ഉണ്ട്, ഡെവലപ്പ് ആയിട്ടുണ്ട്. അതാണ് വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നത്. ആ മാനസിക തലത്തിലുള്ള കണ്ണിലൂടെയാണ് അദ്ദേഹം ഭഗവാന്റെ ദർശനം കാണുന്നത്. അപ്പോൾ അദ്ദേഹം ആദ്യം കാണുന്നത്, ഈ കണ്ണ് പൂർണ്ണമായിട്ടും കാഴ്ച നമ്മളെ പോലെ ആ ഒരു കാഴ്ച അല്ല പറയുന്നത്. എന്നാൽ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് മാനസികമായിട്ടുള്ള കണ്ണുകളിലൂടെ ആദ്യത്തെ ദർശനം തന്നെ ഭഗവാനെയാണ് എന്നാണ് പറയുന്നത്. വേറെ ഒന്നുമല്ല അദ്ദേഹം കാണുന്നത്. പരീക്ഷിത് മഹാരാജാവ് ആദ്യം കാണുന്നത് ഭഗവാനെയാണ്. സ്വന്തം അമ്മയെ കാണുന്നേക്കാൾ മുമ്പ് ഭഗവാനെ കണ്ടു ഗർഭപാത്രത്തിൽ. അതാണ് ഇവിടെ പറയുന്നത്. ശീല പ്രഭുപാദ് അശ്വത്ഥമാവ്
ബ്രഹ്മാസ്ത്രം അയക്കുന്ന കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഭാവാർത്ഥത്തിൽ ശിലപ്രഭുജി പറയുന്നത് ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് പരീക്ഷിത് മഹാരാജാവിനെ അദ്ദേഹം രക്ഷിക്കുന്നു. കാരണം എന്താണ്? പരീക്ഷിത് മഹാരാജാവ് ഭഗവാന്റെ ശുദ്ധഭക്തനാണ്. അദ്ദേഹം ഉടനെ തന്നെ വേണ്ട കാര്യം ചെയ്തു, അല്ലെ? അദ്ദേഹം ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ച് ഭഗവാന്റെ ശക്തി ഉപയോഗിച്ച് ബ്രഹ്മാസ്ത്രത്തെ അദ്ദേഹം നിർവീര്യമാക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹം കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു. മാത്രമല്ല, ഭഗവാന്റെ കൃപ കൊണ്ട് പരീക്ഷിത് മഹാരാജാവിന് അത് കാണുവാനും സാധിച്ചു. ഭഗവാന്റെ ഒരു പ്രസൻസ്, ആരോ വന്നു രക്ഷിച്ചു എന്നുള്ളത് പരീക്ഷിത് മഹാരാജാവ് കണ്ടു. അതുകൊണ്ടാണ് പിന്നീട് പരീക്ഷിത് മഹാരാജാവിന്റെ പേര് തന്നെ പരീക്ഷിത്ത് എന്നായത്. അതായത് പരീക്ഷിത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതാണ്, അന്വേഷണം എന്നാണ്. അപ്പോൾ അദ്ദേഹം പുറത്ത് വന്നപ്പോൾ അദ്ദേഹം അന്വേഷിക്കുകയാണ്. അകത്ത് കണ്ട ആ ഭഗവാനെ അദ്ദേഹം അന്വേഷിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരീക്ഷിത്ത് എന്നുള്ള പേര് വരുന്നത്. ശ്ലോകം 8. ഇനി എങ്ങനെയാണ് ആ കണ്ട രൂപം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 8-ലും 9-ലുമായിട്ട് നമുക്ക് നോക്കാം. അങ്കുഷ്ടമാത്രം അമലം സ്ഫുരത മൗലിനം അപീവ്യ ദർശനം ശ്യാമം തടിത് വാസസം അച്യുതം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു വായിക്കട്ടെ. വായിച്ചോളൂ. ഞാൻ പിന്നെ വായിക്കാം. വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ഒരാള് ഞാൻ അടുത്ത വായിക്കാം. ശരി, താങ്ക് യു. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. അങ്കുഷ്ടമാത്രമമലം സ്ഫുരത്പുരമൗലിനം അഭിവ്യദർശനം ശ്യാമം തടിത് വാസസമച്യുതം. വിവർത്തനം ശ്രീലപ്രഭാതിക്ക് ജയ്. ഭഗവാന് തള്ളവിരലിന്റെ എത്ര മാത്രമേ വലിപ്പമുണ്ടായിരുന്നുള്ളൂവെങ്കിലും അദ്ദേഹം സർവാതീന്ദ്രിയനായിരുന്നു. അദ്ദേഹത്തിന് അത്യന്തം മനോഹരവും ആകർഷകവുമായ ശ്യാമവർണ്ണമാർന്ന വൈകല്യമില്ലാത്ത ശരീരമുണ്ടായിരുന്നു. മാത്രവുമല്ല, അദ്ദേഹം പീതവർണ്ണമാർന്നതും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ ഉടയാടകളും ഭാസ്വരമായ കാഞ്ചന കിരീടവും ധരിച്ചിരുന്നു. ഇவ்விதമാണ് ശിശു ഭഗവാനെ ദർശിച്ചത്. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. പരീക്ഷിത് മഹാരാജാവ് കണ്ട ആ രൂപത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്കുഷ്ടമാത്രം അമലം. അങ്കുഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളവിരലിന്റെ വലിപ്പത്തിൽ അതീന്ദ്രിയമായിട്ടുള്ള ഒരു രൂപമാണ് കാണുന്നത്. പുരട്ട മൗലിനം. ഭംഗിയുള്ള അതിമനോഹരമായിട്ടുള്ള സ്വർണത്തിന്റെ തിളങ്ങുന്ന കിരീടം വെച്ചിട്ടുണ്ട്. അപീവ്യ ദർശനം ശ്യാമം. നിറമാണെങ്കിൽ ശ്യാമ നിറമാണ്. തടിത് വാസസം അച്യുതം. ഭംഗിയുള്ള പീതാംബര വസ്ത്രവും ധരിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഇടിമിന്നൽ പോലെ അത്രമാത്രം ഷൈനിങ് ഉള്ള, വെളിച്ചമുള്ള, അല്ലെങ്കിൽ വെളിച്ചം വരുന്ന മനോഹരമായിട്ടുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. ഭഗവാന്റെ രൂപമാണ് പറയുന്നത്. ശില ചക്രവർത്തി പാദ്, വിശ്വനാഥ ചക്രവർത്തി പാദ് പറയുന്നു, അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു അങ്കുഷ്ട അല്ലെങ്കിൽ ഈ തള്ളവിരലിന്റെ വലുപ്പത്തിൽ കണ്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ കണ്ട വ്യക്തിയെ പരീക്ഷിത് മഹാരാജാവ് പുറത്തു വരുമ്പോൾ പരീക്ഷിത് മഹാരാജാവ് അന്വേഷിക്കുന്നത്, ഞാൻ അകത്ത് കണ്ട ആളെ അന്വേഷിക്കുക ചെയ്യുന്നത്. പക്ഷേ ചക്രവർത്തി പാദ് പറയുന്നത് ഒരു തള്ളവിരലിന്റെ വലുപ്പത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ വ്യക്തിയെ കാണുവാൻ ആഗ്രഹിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അകത്ത് കണ്ട ആളെ തന്നെയാണ് കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചത്. അപ്പോൾ അദ്ദേഹം ഇതേപോലെ അന്വേഷിക്കില്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഭഗവാന്റെ ശരിയായിട്ടുള്ള ആ ഒരു രൂപം കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് മനോഹരമായിട്ടുള്ള രൂപം ഭംഗിയായിട്ട് പരീക്ഷിത് മഹാരാജാവ് കണ്ടിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നതിലൂടെ. ഇനി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രൂപത്തെ കുറിച്ച് ഇവിടെ വർണ്ണിക്കുന്നു. മനോഹരമായിട്ടുള്ള, നമ്മൾ ഓൾറെഡി പറഞ്ഞു, മനോഹരമായിട്ടുള്ള കിരീടമുണ്ട്. അതേപോലെ ശ്യാമ നിറമാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ വസ്ത്രം പീതാംബര വസ്ത്രമുണ്ട്. ശില വിശ്വനാഥ ചക്രവർത്തി ടാഗോർ പറയുന്നത്,
അദ്ദേഹത്തിന്റെ ആ ഒരു രൂപം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പറയുന്നു, ഉപമയാണ് അദ്ദേഹം പറയുന്നത്. അതായത് കാർമേഘം പോലുള്ള ശ്യാമനിറമാണല്ലേ. അപ്പോൾ കാർമേഘം ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടാവും മഴക്കാലത്ത് നീല കളറുള്ള മേഘവും കൂട്ടത്തിൽ ഇടിമിന്നലും കൂടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു ഭംഗി, ആ ഒരു പ്രത്യേകതയുള്ള ആ ഒരു ഭംഗിയാണ് അദ്ദേഹം കാണുന്നത് എന്ന് പറയുന്നു. ഉത്തരാദേവിയുടെ ഗർഭപാത്രത്തിൽ കാണുന്ന കാഴ്ചയാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, ഒരു നമ്മള് ഭഗവാൻ കൃഷ്ണൻ വന്ന് പരീക്ഷിത് മഹാരാജനെ രക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉത്തരാദേവിയുടെ ഗർഭപാത്രത്തിൽ ബ്രഹ്മാസ്ത്രം വന്നിരിക്കുകയാണ് അല്ലെ, അതിൽ നിന്നാണ് രക്ഷിക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹം ഉപമിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കാട്ടുതീ ഉള്ളപ്പോൾ ഒരുപാട് മൃഗങ്ങൾക്ക് അവിടെ പ്രശ്നമാണ്. അപ്പോൾ ഒരു ചെറിയൊരു ആനക്കുട്ടിയാവുന്ന പരീക്ഷിത് മഹാരാജാവൻ, അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് അങ്ങനെയാണ്. അതായത് ഒരു ആനക്കുട്ടിയായിട്ട്, കാര്യം വീരശൂര പരാക്രമിയായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു ക്ഷത്രിയനാണ് വരാൻ പോകുന്നത് അല്ലെ. കുട്ടി പരീക്ഷിത്ത് വലുതാവുമ്പോൾ അങ്ങനെയാവുന്നു. അപ്പോൾ പറയുന്ന ഒരു ആനക്കുട്ടിയെ, ഈ കാട്ടുതീയിൽ പെട്ടിരിക്കുന്ന ഒരു ആനക്കുട്ടിയെ രക്ഷിക്കുന്നത് പോലെയാണ് ഉത്തരാമാതയുടെ ഗർഭപാത്രത്തിലേക്ക് ഭഗവാൻ വരുന്നതും ബ്രഹ്മാസ്ത്രത്തിന്റെ ആ പിടിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ചൂടിൽ നിന്നോ, അല്ലെങ്കിൽ ആ തീയിൽ നിന്ന് പരീക്ഷിത് മഹാരാജാവിനെ രക്ഷിക്കുന്നത് എന്നാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സാരാർത്ഥ ദർശന ടീക്കയിൽ പറയുന്നത്. ഭാവാർത്ഥമില്ല ഈ ശ്ലോകത്തിൽ. അടുത്ത ശ്ലോകം നോക്കാം. ശ്രീമദ്ദീർഘ ചതുർബാഹും തപ്ത കാഞ്ചന കുണ്ടലം ക്ഷതചാക്ഷം ഗദാപാണിം ആത്മനാ സർവതോ ദിശം പരിഭ്രമന്തം ഉൽക്കാഭാം ഭ്രാമയന്തം ഗദാമുഹു. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ദീർഘചതുർബാഹും തപ്ത കാഞ്ചന കുണ്ടലം ശതജാക്ഷം ഗദാപാണിം ആത്മനാ സർവതോ ദിശം പരിഭ്രമന്തമുൽക്കാഭാം ഭ്രാമയന്തം ഗദാമുഹു. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭുപാദർക്ക് ജയ്. ഹരേ കൃഷ്ണ. ഭഗവാൻ ചതുർബാഹുക്കളാലും തപ്ത കാഞ്ചന കുണ്ടലങ്ങളാലും ഉഗ്രകോപത്താൽ രക്തവർണം പൂണ്ട കണ്ണുകളാലും സമ്പന്നനായിരുന്നു. അദ്ദേഹം പരിഭ്രമണം ചെയ്തിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഗദ ഒരു ഉൽക്കയെ പോലെ നിരന്തരം അദ്ദേഹത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്നു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപത്തെക്കുറിച്ച് വീണ്ടും പറയുന്നു. ബാഹു, ശശങ്ക ചക്രം സകീരയുടെ കുണ്ടലം സപീത വസ്ത്രം സരസീരോഹേക്ഷണം സഹാര വക്ഷസ്ഥല ശോഭി കൗസ്തുഭം നമാമി വിഷ്ണു ശിരസ ചതുർഭുജൻ ആയിട്ടുള്ള ഭഗവാന്റെ രൂപമാണ് കാണുന്നത്. അതിമനോഹരമായിട്ടുള്ള കുണ്ടലം കൊണ്ട്, കണ്ണുകളാണെങ്കിൽ ചുവന്നിരിക്കുന്നു. ആ ദേഷ്യം കാരണം വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നത് ആ ബ്രഹ്മാസ്ത്രത്തോടുള്ള ദേഷ്യം കാരണം കണ്ണുകളെല്ലാം ചുവന്നിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ ശംഖ്, ചക്ര, ഗദാപത്മൊക്കെയുണ്ട്. അതെല്ലാമാണ് പറയുന്നത്. ഗദ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. കാര്യം ആ ഗദ ഉപയോഗിച്ചാണ് ഈ ബ്രഹ്മാസ്ത്രത്തെ, അല്ലെങ്കിൽ ഭഗവാൻ ഇങ്ങനെ കറങ്ങി പരീക്ഷിത് മഹാരാജാവിന്റെ ആ ഗർഭപാത്രത്തെ മുഴുവനും വലയം വെച്ച്, അല്ലെങ്കിൽ അതിനെ ഗർഭപാത്രത്തെ സംരക്ഷിക്കുന്നു, അകത്തുള്ള പരീക്ഷത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. പക്ഷെ പ്രഭുപാദജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭഗവാന്റെ പരിശുദ്ധ ഭക്തരെ ഒരിക്കലും കൈവിടില്ല. അദ്ദേഹം പറയുന്നുണ്ട് അല്ലെ, ഭഗവത്ഗീതയിൽ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തർക്ക് ഒരിക്കലും നാശം ഉണ്ടാവില്ല എന്നുള്ളത്. ഭഗവാൻ, അതാണ് ശിലപ്രഭുപാദം പറയുന്നത്, ഭഗവാൻ ആരെങ്കിലും കൊല്ലുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. അതേപോലെ ഭഗവാൻ ആരെങ്കിലും രക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത്
നടന്നിരിക്കും, അതും നടന്നിരിക്കും. രാഖേ കൃഷ്ണ മാരേക്കേ, മാരേ കൃഷ്ണ രാഖേക്കേ. ഇത് ശില ഭക്തി വിനോദ് ഠാക്കൂർ പറയുന്നതാണ്. രാഖേ കൃഷ്ണ മാരേക്കേ, മാരേ കൃഷ്ണ രാഖേക്കേ. ബംഗാളിയിൽ എന്താണ് പറയുന്നത്? കൃഷ്ണൻ ആരെങ്കിലും കൊല്ലാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ആർക്കും തടയാൻ സാധിക്കില്ല അദ്ദേഹത്തെ. ഇപ്പൊ ഹിരണ്യകശിപുവിന് സംഭവിച്ചത് എന്താണ്? അതാണ്. ഹിരണ്യകശിപു വിചാരിച്ചു അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന്, വരമുണ്ടെങ്കിൽ, അല്ലെ? ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിലാണ് വരം എടുക്കുന്നത് അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിനെ ഭഗവാൻ തീരുമാനിച്ചു, പ്രഹ്ലാദനെ ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ട് ഭഗവാൻ തീരുമാനിച്ചു ഹിരണ്യകശിപുവിന്റെ അവസാനം. അങ്ങനെ അത് സംഭവിച്ചു. ആർക്കും സംരക്ഷിക്കാൻ, ആർക്കും അത് തടയാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഏത് രീതിയിലും ഇപ്പൊ പ്രഹ്ലാദ മഹാരാജനെ എങ്ങനെയാണ് ഹിരണ്യകശിപു പല രീതിയിലൂടെ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്നു, പാമ്പുകളുടെ ഇടയിലേക്ക് ഇടുന്നു, അഗ്നിയിലേക്ക് വലിച്ചെറിയുന്നു. എന്തൊക്കെ ചെയ്തു അദ്ദേഹം? മതമിളകിയ ആനയുടെ കാൽ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നു. എന്തേലും സംഭവിച്ചു പ്രഹ്ലാദന്? ഒന്നും സംഭവിച്ചില്ല. കാരണം അവിടെ ഭഗവാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രഹ്ലാദനെ സംരക്ഷിക്കുക എന്നുള്ളത്. അത് ആർക്കും ഒന്നും അതിൽ ഇടപെടാൻ സാധിക്കില്ല. അതേപോലെയാണ് ഇവിടെയും പരീക്ഷിത് മഹാരാജാവിന്റെ കാര്യത്തിലും ഭഗവാൻ തീരുമാനമെടുത്തിരിക്കുന്നു, ഞാൻ രക്ഷിക്കുമെന്നുള്ളത്. അതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു ബ്രഹ്മാസ്ത്രവും അല്ല, അതിനേക്കാൾ വലിയ അസ്ത്രം ഉണ്ടെങ്കിൽ അതിന് പോലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഭഗവാന്റെ ശക്തിക്ക് മുമ്പിൽ ഭഗവാൻ തീരുമാനിച്ചാൽ അത് നടന്നിരിക്കും എന്നുള്ളത് ഇവിടെ പ്രഭുപാദജി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ശീല പ്രഭുപാദജി പിന്നീട് പറയുന്നു അർച്ചവിഗ്രഹത്തെ കുറിച്ച്. കാര്യം വൈകുണ്ഠത്തിലെ അതേ നാരായണൻ തന്നെയാണ് പരീക്ഷിത് മഹാരാജാവിനെ രക്ഷിക്കാൻ വേണ്ടി വരുന്നത്. ആ ഭഗവാന്റെ കൃപ കൊണ്ട് ഇപ്പൊ നമുക്ക് ഭഗവാനെ കാണുവാൻ പരീക്ഷിത് മഹാരാജാവിനെ പോലെ അങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടായിട്ടില്ല. എന്നാൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി, നമ്മളെ പോലുള്ള ബദ്ധാത്മാക്കൾക്ക് വേണ്ടി ഭഗവാൻ അർച്ചവിഗ്രഹമായിട്ട് വരുന്നു. ആ അർച്ചവിഗ്രഹം ഭൗതികമായിട്ടുള്ള മൂലകങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, തൊടുവാൻ സാധിക്കുന്നു, സേവിക്കാൻ സാധിക്കുന്നു. അതാണ് അർച്ചവിഗ്രഹത്തിന്റെ പ്രത്യേകത. അർച്ചവിഗ്രഹവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുള്ള, നല്ല രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഡീറ്റീസിൽ അല്ലെങ്കിൽ അർച്ചവിഗ്രഹങ്ങളിൽ ഭഗവാൻ ഉണ്ട് എന്നുള്ളതും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് കാണാൻ പറ്റുന്ന, സേവിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിൽ അദ്ദേഹം വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു കൃപയാണ് ശരിക്കും അർച്ചവിഗ്രഹം എന്ന് പറയുന്നത്. ആ ഒരു കാര്യം പ്രഭുപാദജി ഇവിടെ പറയുന്നുണ്ട്. 10ാമത്തെ ശ്ലോകം. അത്ര തേജാസ്വഗദയ നിഹാരം ഇവ ഗോപതേ വിദമന്തം സന്നികാർഷേ പര്യക്ഷതാക ഇതി അസോ. ഗീതമുരളി മാതാജി വായിക്കും. ഹരേ കൃഷ്ണ. ശ്ലോകം 10. ഓം നമോ ഭഗവതേ വാസുദേവായ. അസ്ത്രതേജസ്വഗതയാ നീഹാരം ഇവ ഗോപതി വിധമന്തം സന്നികർഷേ പര്യക്ഷതക ഇതി സൗ. വിവർത്തന ശ്രീല പ്രഭാത്. സൂര്യദേവൻ ഒരു മഞ്ഞുതുള്ളിയെ ബാഷ്പീകരിക്കുന്ന ലാഘവത്തോടെ ബ്രഹ്മാസ്ത്ര താപത്തെ ഇല്ലാതാക്കുന്നതിൽ ഭഗവാൻ ഏർപ്പെട്ടു. ഗർഭസ്ഥ ശിശുവായിരുന്ന പരീക്ഷിത് മഹാരാജാവ് ചതുർബാഹു തേജസ്വിയുമായ ആ രൂപം ആരുടേതെന്ന ചിന്തയിലാകുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഇവിടെ ഭഗവാനെ കാണുന്നു പരീക്ഷിത് മഹാരാജാവ്. അങ്ങനെ ഗർഭപാത്രത്തിൽ കാണുന്നു. അതാണ് പറയുന്നത്. പിന്നെ ബ്രഹ്മാസ്ത്രത്തെ നിർവീര്യമാക്കുന്നത് എങ്ങനെയാണ്? ഒരു സൂര്യൻ എങ്ങനെയാണോ ഒരു കണം, ചെറിയൊരു ഡ്രോപ്പ്, ഒരു കണം വെള്ളത്തെ വളരെ ഈസി ആയിട്ട് വറ്റുന്നത്, അല്ലെ? സൂര്യന് പ്രകാശം വരുമ്പോൾ, സൂര്യൻ ഉദിക്കുമ്പോൾ വറ്റിപ്പോകുന്നത്. അതേപോലെ വളരെ ഈസി ആയിട്ട് തന്നെയാണ് ബ്രഹ്മാസ്ത്രം ഭഗവാൻ നിർവീര്യമാക്കുന്നത്. ഒന്നും സംഭവിച്ചില്ല പരീക്ഷിത് മഹാരാജാവ്. ഇതെല്ലാം അദ്ദേഹം അത്ഭുതത്തോടുകൂടി കാണുവാണ് ചെയ്യുന്നത്. ഭഗവാനെ കാണുന്നു. 11ാമത്തെ ശ്ലോകം. വിധൂയ തത് അമേയാത്മാ ഭഗവാൻ ധർമ്മഗുബ്വിഭോ മിഷതോ ദശമാസസ്യ തത്രൈവാന്തർദദേ ഹരിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു വായിച്ചോല്ലട്ടെ.
ഒരു മിനിറ്റ് മാതാജി. മാതാജി വായിക്കാം. അതിനു മുമ്പ് രണ്ടുപേരെ വായിക്കാൻ മുമ്പിൽ വന്നിരുന്നു. യമുന മാതാജി വായിക്കൂ, അതിനുശേഷം ശാന്തകുമാരി മാതാജി, പിന്നെ ഷീബ മാതാജി വായിച്ചു. യമുന മാതാജി വായിക്കൂ. ഹരിബോൾ കേൾക്കുന്നില്ല. കൃഷ്ണ പ്രഭു വിദൂയ തദമേയാത്മാ ഭഗവാൻ ധർമ്മം വിഭു മിഷദോദശമാസസ്യ തത്രൈവാന്തർദദേ ഹരി. വിവർത്തനം ശീലപ്രഭാതത്തിലെ അവണ്ണം ശിശുവിനാൽ നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കെ സർവദിശകളാലും ആഘോഷിതനും ദേശകാലങ്ങളാൽ അപരിമിതനുമാണെങ്കിലും ഏവരുടെയും പരമാത്മാവും ധാർമ്മികരുടെ സംരക്ഷകനുമായ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ തൽക്ഷണം അന്തർദാനം ചെയ്തു. ഹരേ കൃഷ്ണ. പരീക്ഷിത് മഹാരാജാവ് കാണുന്നു ഭഗവാനെ. പക്ഷെ ഉടനെ തന്നെ എന്ത് സംഭവിക്കുന്നു? ആ കാര്യം കഴിയുമ്പോൾ അദ്ദേഹം അപ്രത്യക്ഷമാവുന്നു. അതാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് പരീക്ഷത്തിനെ രക്ഷിക്കുന്നു. അപ്പോൾ തന്നെ അപ്രത്യക്ഷമാവുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ശ്രീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ മനോഹരമായിട്ട് അദ്ദേഹം ഒരു ഉപമ കൊടുക്കുന്നു. അദ്ദേഹം പറയുന്നു, ഇവിടെ ഭഗവാനെ അഭിസംബോധന വിളിക്കുന്നത് എങ്ങനെയാണ്? ഹരി എന്നാണ് വിളിക്കുന്നത്. ഹരി എന്ന് പറയുന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. അതിൽ ഒരർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവർന്നെടുക്കുക എന്നാണ്. ഭഗവാൻ ഹരി നമ്മുടെ എല്ലാ ക്ലേശങ്ങളെയും മാറ്റുന്നു, അല്ലെ? കവർന്നെടുത്ത് കളയുന്നു. അതേപോലെ മാത്രമല്ല, നമ്മുടെ മനസ്സും ഹൃദയവും അദ്ദേഹം കട്ടെടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഭഗവാൻ നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെ കട്ടെടുക്കുമ്പോൾ നമ്മൾ ഭഗവാനിൽ ഒരുപാട് ആകർഷിതരാകുന്നു. ഇപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഭൗതികമായിട്ടുള്ള എല്ലാ ക്ലേശങ്ങളും അദ്ദേഹം മാറ്റുന്നു. ഇതെല്ലാം ഹരി. ഇനി അതേപോലെ വേറെ ഒന്നുമുണ്ട്. ഹരി എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം ഭൗതികമായിട്ടുള്ള എല്ലാ സമ്പത്താവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഡെസിഗ്നേഷൻസ് ആവട്ടെ, എന്ത് വേണമെങ്കിലും ആവട്ടെ, അതെല്ലാം ഒരു ദിവസം നമ്മളിൽ നിന്ന് എടുക്കും അദ്ദേഹം. കാര്യം നമുക്ക് ആക്ച്വലി ഇതെല്ലാം ഇവിടെയുള്ളതെല്ലാം താൽക്കാലികമായിട്ടുള്ള കാര്യമാണ്, അല്ലെ? നമ്മൾ ഭഗവാന്റെ അശുദ്ധ ഭക്തരായി അല്ലെങ്കിൽ ഭഗവാന്റെ പരിശുദ്ധ ഭക്തരായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരേ ഒരു ഡെസിഗ്നേഷൻ ഭഗവാന്റെ സേവകൻ എന്നുള്ളതാണ്. മറ്റുള്ളതെല്ലാം അദ്ദേഹം എടുത്തു കളയും. അതേപോലെ ഇവിടെ പറയുന്നത്, ഇവിടെ ഹരി എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ശ്രീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നത് പരീക്ഷിത് മഹാരാജാവിന്റെ മനസ്സ് കവർന്നെടുക്കുന്നു. ആര്? ഈ ഹരി, ഈ കൃഷ്ണൻ. കാര്യം അദ്ദേഹം പറയുന്നത് ഉപമ എങ്ങനെയാണ്? ഒരു കള്ളന്മാരുടെ പ്രത്യേകത എന്താണ്? അതായത് ആരും അറിയാതെ, ശബ്ദം ഉണ്ടാക്കാതെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു, കട്ടെടുക്കുന്നു അവിടെയുള്ള സാധനങ്ങൾ രാത്രിയിൽ. അതേപോലെ ഉത്തരാമാതയുടെ ഗർഭപാത്രത്തിലേക്ക് ഭഗവാൻ ആരും കാണാതെ അല്ലെങ്കിൽ അദ്ദേഹം കയറിയിട്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? പരീക്ഷിത് മഹാരാജാവിന്റെ മനസ്സ് കട്ടെടുക്കുന്നു എന്നാണ് പറയുന്നത്. കാര്യം പരീക്ഷിത് മഹാരാജാവ് അതിനുശേഷം പിന്നെ ആരാണോ വന്നത്, ആരാണ് എന്നെ രക്ഷിച്ചത് എന്നുള്ളത് അന്വേഷിക്കുകയാണ്. കാര്യം പരീക്ഷിത് മഹാരാജാവിന്റെ മനസ്സ് ഓൾറെഡി ഭഗവാൻ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഹൃദയം എടുത്ത് കൊണ്ടുപോയി. കാരണം അത്രമാത്രം സ്നേഹമാണ് ഭക്തരോടുള്ളത്. അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് പിന്നെ പുറത്ത് വന്നതിന് ശേഷം അന്വേഷിക്കുന്നതിന് അത്ഭുതമില്ല. കാര്യം അദ്ദേഹത്തിന്റെ മനസ്സ് ഓൾറെഡി ഭഗവാൻ കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം പിന്നെ ഭഗവാനെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു കള്ളൻ വന്ന് കട്ടെടുത്ത് പോകുന്നത്, അതേപോലെ ഭഗവാൻ രാത്രിയിൽ അല്ലെങ്കിൽ ഉത്തരാമാതയുടെ ഗർഭപാത്രത്തിലേക്ക് വന്ന് പരീക്ഷിത് മഹാരാജാവിന്റെ മനസ്സ് കട്ടെടുത്ത് കൊണ്ടുപോകുന്നു എന്നാണ് ശ്രീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നത് ഇവിടെ. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, പരീക്ഷിത് മഹാരാജാവ് ഭംഗിയായിട്ട് ഇതെല്ലാം കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും, നമ്മളെ പോലുള്ള സാധാരണ ആളുകൾക്ക് സാധിക്കുന്ന കാര്യമല്ല പരീക്ഷിത് മഹാരാജാവിന് സാധിച്ചത്. അത് ഭഗവാന്റെ മഹാകൃപ കൊണ്ടാണ് അത് സാധിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാം പരീക്ഷിത് മഹാരാജാവ് സാധാരണ ഒരു വ്യക്തിയല്ല എന്നുള്ളത്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രഭു പറയുന്നുണ്ട്. പരമാത്മാവായിട്ടുള്ള ഭഗവാന്റെ പ്രത്യേകതയെല്ലാം. അപ്പൊ നമ്മളും നമ്മുടെ ഹൃദയത്തിലും ഭഗവാൻ ഉണ്ട്. നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുമ്പോൾ
നമുക്ക് ശരിക്കും ആ ചൈത്യഗുരുവിന്റെ ആ ഒരു പ്രസൻസ് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ അദ്ദേഹം അവിടെ സാങ്ഷൻ ചെയ്യാൻ ഉപദ്രഷ്ട ഹനുമന്ത, ഉപദ്രഷ്ട എല്ലാം നമ്മൾ ചെയ്യുന്നതെല്ലാം വാച്ച് ചെയ്യുന്നു, അതേപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് സാങ്ഷൻ തരുന്നു. ഇതാണ് ചെയ്യുന്നത്. മറിച്ച് നമ്മൾ ഭഗവത് സേവനങ്ങൾ ചെയ്യുമ്പോൾ, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാൻ നേരിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ആ ഗൈഡൻസ് കിട്ടുന്നു. ചൈത്യഗുരുവായി ഭഗവാൻ നമ്മളെ ഗൈഡ് ചെയ്യുന്നു. അത് ആ ഒരു അനുഭവങ്ങളൊക്കെ നമുക്ക് വന്നു തുടങ്ങും. ഇല്ലെങ്കിൽ സാധാരണ ഇപ്പോൾ ഒരു നിരീശ്വരവാദിയാവട്ടെ, ഒരു കള്ളനാവട്ടെ, അല്ലെങ്കിൽ ഒരു കൊലപാതക, അതെങ്കിൽ ഏറ്റവും വലിയ ക്രിമിനൽ ആവട്ടെ, അവരുടെ ഹൃദയത്തിലും പരമാത്മാവായിട്ട് ഭഗവാൻ ഉണ്ട്. പക്ഷെ അവർക്ക് ആ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അവർക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ മറിച്ച് ഭക്തർക്കോ തീർച്ചയായിട്ടും അവർക്ക് ഭഗവാന്റെ പ്രസൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ ഭഗവാന്റെ ഒരു ഭഗവാൻ ഉള്ളത് അനുഭവിക്കാനും സാധിക്കുന്നു. അങ്ങനെ പല രീതിയിലും. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ശ്ലോകം 12. തഥാ സർവഗുണോർധാർക്കേ സങ്കുല ഗ്രഹോദയേ ജജ്ഞേ വംശാധര പാണ്ഡുർ ഭൂയ പാണ്ഡുർ ഇവൗജസ. ശാന്തകുമാരി മാതാജിയെ പേര് പറഞ്ഞിരുന്നില്ലേ? വായിക്കട്ടെ പ്രഭു? വായിക്കൂ. വായിക്കട്ടെ. വായിക്കൂ. വായിക്കട്ടെ പ്രഭു, വായിക്കാം, ഞാനുണ്ടല്ലോ. വായിക്കൂ മാതാജി. ഞാൻ പറയുന്നു, 3 പ്രാവശ്യം പറയുന്നു. വാസുദേവായ തഥാ സർവഗുണോദർക്കേ സാനുകുല ഗ്രഹോദയേ ജ്ഞാജ്ഞേ വംശധര പാണ്ഡോർഭൂയ പാണ്ഡൂരവൗജസ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിവർത്തനം. അനന്തരം രാശിചക്രത്തില് ശുഭ സൂചനകളെല്ലാം ക്രമേണ വെളിപ്പെട്ടപ്പോൾ ശൗര്യത്തിൽ തികച്ചും പാണ്ഡുവിന് സമാനനാകാൻ പോകുന്ന അദ്ദേഹത്തിന്റെ അനന്തരാവകാശി ജന്മമെടുത്തു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പരീക്ഷിത് മഹാരാജാവ് ജന്മമെടുക്കുന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള രാശിയിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉള്ള സമയത്ത്, അല്ലെങ്കിൽ എല്ലാവിധ ഫേവറബിൾ ആയിട്ടുള്ള രാശിയിലും സമയത്തുമാണ്, അതായത് എല്ലാ ഗ്രഹങ്ങളും നല്ല പൊസിഷനിൽ ഇരിക്കുന്ന സമയത്താണ് പരീക്ഷിത് മഹാരാജാവ് ജനിക്കുന്നത്. കാര്യം അദ്ദേഹം ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് എല്ലാ പ്ലാനറ്റുകളും, എല്ലാ ഗ്രഹങ്ങളും അത് പ്രോപ്പർ ആയിട്ടുള്ള സമയത്തായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ജനിക്കുന്ന സമയത്ത് പ്ലാനറ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള പൊസിഷനിലേക്ക് വരുന്നു. അതാണ് പരിശുദ്ധ ഭക്തര് ഇവിടെ വരുന്ന സമയത്തും ഭഗവാൻ അവതരിക്കുമ്പോഴും അങ്ങനെയാണ്, എല്ലാം പ്രോപ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് പറയുന്നത്, എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും, എല്ലാവിധ ഓസ്പീഷ്യസ്നെസ്, എല്ലാവിധ നല്ല സമയത്താണ് അദ്ദേഹം പുറത്തു വരുന്നത്. പിന്നീട് പ്രഭുപാദി പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. പരീക്ഷിത് മഹാരാജാവിന്റെ കഴിവുകളെ കുറിച്ചും, അദ്ദേഹം ഭക്തനായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശുദ്ധ ഭക്തനാണ്. മാത്രമല്ല അദ്ദേഹം ഒരു ക്ഷത്രിയനായിട്ട് വളരെ വളരെ ഒരു വളരെ നല്ലൊരു, അല്ലെങ്കിൽ എല്ലാവിധ കഴിവുകളും എല്ലാവിധ ക്വാളിഫിക്കേഷനും ഉള്ള ഒരു ക്ഷത്രിയനായിരുന്നു. ഇതെല്ലാം പ്രഭുപാദ് ഇവിടെ പറയുന്നുണ്ട്. കാര്യം ഭഗവാന്റെ ആഗ്രഹമായിരുന്നു യുധിഷ്ഠിര മഹാരാജാവിന്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ വേണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഭഗവാൻ പരീക്ഷത്തിനെ രക്ഷിക്കുന്നതും. ആ ഒരു ക്വാളിറ്റീസ് ഉള്ള ആള് തന്നെ ഭരിച്ചു മുന്നോട്ട് പോകണം എന്നുള്ളത് നമുക്കറിയാം. അത് ഭഗവാൻ ആഗ്രഹിച്ചു, അത് നടത്തി, അതാണ് ചെയ്യുന്നത്. പിന്നീട് പ്രഭുപാദി സംസ്കാരങ്ങളെ കുറിച്ച് പറയുന്നു. സനാതന ധർമ്മം അനുസരിച്ച് പല സംസ്കാരങ്ങളും നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നു. അതിലെ ഗർഭധാന സംസ്കാരത്തെ കുറിച്ച് പറയുന്നു. കാര്യം പ്രഭുപാദ് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ,
നല്ലൊരു കുട്ടി കുടുംബത്തിൽ ജനിക്കണമെങ്കിൽ ഗർഭധാന സംസ്കാരം ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഭക്തരായിട്ടുള്ള കുട്ടികൾ ജനിക്കണമെങ്കിൽ ഗർഭധാന സംസ്കാരത്തിലൂടെയാണ് ഇതിന്റെ തുടക്കം. അങ്ങനെ 10-16 സംസ്കാരങ്ങളുണ്ട് ശാസ്ത്രങ്ങളിൽ പറയുന്നു. അതിലെ ഗർഭധാന സംസ്കാരം എന്ന് പറയുന്നത് കുട്ടി ജനിക്കുന്നേക്കാൾ മുമ്പ് അച്ഛനും അമ്മയും പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. അങ്ങനെ നല്ലൊരു ആത്മാവിനെ മകനായിട്ടോ മകളായിട്ടോ ക്ഷണിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ കൃപ കൊണ്ട് നല്ലൊരു ഭക്തനായിട്ടുള്ള ആൺകുട്ടിയോ പെൺകുട്ടിയോ ജനിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. അല്ലാതെ സാധാരണ ലോകത്തിൽ നടക്കുന്ന പോലെ ഒരു സംസ്കാരങ്ങളും ഫോളോ ചെയ്യാതെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഉള്ള കാര്യങ്ങളിൽ നല്ല കുട്ടികൾ ജനിക്കില്ല. നല്ല കുട്ടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മീയമായി അല്ലെങ്കിൽ ഭക്തരായിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഭക്തിയോട് താല്പര്യമുള്ള കുട്ടികൾ. അല്ലാതെയുള്ള പോപ്പുലേഷൻ കൂടിയിട്ട് ഒരു കാര്യമില്ല. ഈ ലോകത്തിന് ഭാരമാവുന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. മറിച്ച് ഭക്തരായിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർ വളർന്നു വന്ന് നല്ല ഭക്തരായി മാറി അവര് മറ്റുള്ളവർക്ക് ഒരുപാട് പ്രചോദനം കൊടുക്കുന്നു, മറ്റുള്ളവരെ ഭക്തിമാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അവർക്കും ആത്മീയ പുരോഗതി കിട്ടുന്നു. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ ഗർഭധാന സംസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രഭുപാജിയുടെ പറയുന്നു. ശ്ലോകം 12. 13. തസ്യ പ്രീതാമനാ രാജ വിപ്രൈർധൗമ്യ കൃപാദിഭിഃ ജാതകം കാരയാം ആസ വാചയിത്വാ ച മംഗളം. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 13. തസ്യ പ്രീതമനാ രാജ വിപ്രൈർധൗമ്യ കൃപാദിഭിഃ ജാതകം കാരയാമാസ വാചയിത്വാ ച മംഗളം. വിവർത്തനം. ശ്രീല പ്രഭുപാദർ കി ജയ്. പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജനനത്തിൽ അത്യധികം സംതൃപ്തനായ രാജാവ് യുധിഷ്ഠിരൻ ധൗമ്യരുടെയും കൃപരുടെയും നേതൃത്വത്തിലുള്ള പണ്ഡിത ബ്രാഹ്മണരാൽ ശുദ്ധീകരണ പ്രക്രിയയായ ജാതകർമ്മം നിർവഹിപ്പിക്കുകയും മംഗളകരമായ സ്തോത്രങ്ങൾ പാരായണം ചെയ്യിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹം ബ്രാഹ്മണരെ എല്ലാവരെയും അദ്ദേഹം അറേഞ്ച് ചെയ്തിരുന്നു. പരീക്ഷിത് മഹാരാജാവിന്റെ അദ്ദേഹത്തിന്റെ ജനിക്കുന്ന സമയത്തുള്ള ക്രിയകൾക്കും കർമ്മങ്ങൾക്കൊക്കെ ആയി കൃപാചാര്യനാണ് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. കൃപാചാര്യരും മറ്റുള്ള ബ്രാഹ്മണരും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം യുധിഷ്ഠിര മഹാരാജാവ് എല്ലാം അറേഞ്ച് ചെയ്യുന്നു. പ്രഭുപാജി എഗെയിൻ ഗർഭധാന സംസ്കാരത്തെ കുറിച്ച് ഇവിടെ പറയുന്നു. ഗർഭധാന സംസ്കാര, പിന്നെ അതേപോലെ ഒരുപാട് സംസ്കാരങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ പ്രഭുപാദ് ജാതകർമ്മത്തെ കുറിച്ച് പറയുന്നു. ഇതെല്ലാം ചെയ്യുന്നു. കൃപാചാര്യരുടെ നേതൃത്വത്തിലാണ് അദ്ദേഹം ചെയ്യുന്നത്. അതേപോലെ ധൗമ്യ ഋഷിയുണ്ട്. അങ്ങനെയുള്ള മറ്റുള്ള ബ്രാഹ്മണർ ശ്രേഷ്ഠരൊക്കെ അവിടെയുണ്ട്. ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി അങ്ങനെ പ്രഭുപാദ് പറയുന്നത്. പിന്നെ കൃപാചാര്യർ ആരാണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു, ആരാണെന്ന് പറയുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ വായിച്ചാൽ മതി. ആ ക്യാരക്ടർ ആരാണ് കൃപാചാര്യർ എന്നുള്ളതും പ്രഭുപാദ് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ. 14. ഹിരണ്യം ഗാമഹീൻ ഗ്രാമാൻ ഹസ്ത്യശ്വാൻ നൃപതിർവരാൻ പ്രാദാത് സ്വന്നം ച വിപ്രേഭ്യഃ പ്രജാതീർത്ഥേ സ തീർത്ഥവിത്. വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. വായിക്കട്ടെ പ്രഭു. മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 14. ഹിരണ്യം ഗാമഹീം ഗ്രാമാൻ ഹസ്താശ്വന്യാപതിർവരാൻ പ്രാതൽസ്വാന്യം ച വിപ്രേഭ്യ പ്രജാതീർത്ഥേ സ തീർത്ഥവിത്. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. എങ്ങനെ, എവിടെ, എപ്പോൾ ദാനം നൽകണമെന്ന് അറിയാവുന്ന രാജാവ് പുത്രൻ ജനിച്ചപ്പോൾ സ്വർണവും ഭൂപ്രദേശങ്ങളും ഗ്രാമങ്ങളും ആനകളും കുതിരകളും നല്ല ഭക്ഷ്യധാന്യങ്ങളും ഒക്കെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭുജി. ഇപ്പൊ വീട്ടിൽ അദ്ദേഹം ആ രാജ്യത്ത് പരീക്ഷിത് മഹാരാജാവ് ജനിച്ചപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ്
ദാനം കൊടുക്കുന്നു, ഒരുപാട് ദാനം കൊടുക്കുന്നു. ഇത് സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ്. ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുന്നു, സ്വർണമായിട്ടും സ്ഥലമായിട്ടും. അത് ഗ്രാമങ്ങളൊക്കെ ദാനം ചെയ്യുന്നു. പിന്നെ പശുക്കൾ, കുതിര, പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ പല സാധനങ്ങളുമായിട്ടാണ് ദാനം ചെയ്യുന്നത്. പരീക്ഷിത് മഹാരാജാവിന്റെ ജാതകർമ്മം നടക്കുന്ന സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് ഒരുപാട് ദാനം കൊടുത്തു എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നു ബ്രാഹ്മണരുടെ കാര്യം. ബ്രാഹ്മണര് സാധാരണ അവര് ജോലിക്ക് പോകുന്നവരല്ല. ഇതെല്ലാം വർണ്ണാശ്രമധർമ്മം ഉള്ള സമയത്തെ കാര്യമാണ് പറയുന്നത്, ഇന്നത്തെ കാര്യമല്ല. ഇന്നെല്ലാം മാറിയിരിക്കുന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ശാസ്ത്രപ്രകാരം ബ്രാഹ്മണര് അഡ്വൈസറി ക്ലാസ് ആണ്. അവര് ക്ഷത്രിയർക്ക് അഡ്വൈസ് അല്ലെങ്കിൽ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന, മാർഗനിർദ്ദേശം കൊടുക്കുന്നവരാണ്. അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്ഷത്രിയരാണ്. ക്ഷത്രിയരും വൈശ്യരുമാണ്. ബ്രാഹ്മണർക്ക് കിട്ടുന്ന ദാനത്തിലൂടെയൊക്കെയാണ് അവർ ജീവിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ആണ് അവർ ജീവിക്കുന്നത്. ആർഭാടത്തോട് കൂടിയിട്ടൊന്നുമല്ല. അവർക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് അവർ ദാനം കൊടുക്കുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണ. എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ ഒരു വർണ്ണാശ്രമധർമ്മം ഇല്ലാത്തത് കൊണ്ട് ബ്രാഹ്മണർ പോലും ശൂദ്രരുടെ ജോലി എടുക്കുന്ന അവസ്ഥയാണ്. ശമ്പളത്തിന് വേണ്ടി ജോലി എടുക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കുന്നു. പ്രഭുപാദ് അതിനെക്കുറിച്ചും കൂടെ പറയുന്നു. ഒരു ശ്ലോകം കൂടെ നോക്കി നമുക്ക് അവസാനിപ്പിക്കാം. തം ഊചൂർ ബ്രാഹ്മണാസ്തുഷ്ട രാജാനാം പ്രശ്രയാൻവിതം ഏഷ ഹി അസ്മിൻ പ്രജാതന്തോ പുരാണാം പൗരവർഷഭ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 15. തമുച്ചുർ ബ്രാഹ്മണാസ്തുഷ്ട രാജാനാം പ്രശ്രയാനിദം ഏഷ യസ്മിൻ പ്രജാതന്തോ പുരൂണാം പൗരവർഷഭ. വിവർത്തനം ശ്രീല പ്രഭുപാദർ കി ജയ്. രാജാവിന്റെ ദാനങ്ങളിൽ അതീവ തൃപ്തരായ പണ്ഡിത ബ്രാഹ്മണർ പൂരുക്കളിൽ പ്രമുഖനെന്ന് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുകയും അദ്ദേഹത്തിന്റെ സന്തതി തീർച്ചയായും പൂരുക്കളുടെ വംശവലിയിലാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. അവിടെയുള്ള ബ്രാഹ്മണർക്കൊക്കെ ദാനം കൊടുക്കുന്നു. ആ ബ്രാഹ്മണർ എല്ലാവരും ദാനം സ്വീകരിക്കുന്നു. അവര് സന്തോഷത്തോടു കൂടി പരീക്ഷിത് മഹാരാജാവിനെ അനുഗ്രഹിക്കുന്നു, കുട്ടിയെ അനുഗ്രഹിക്കുന്നു. പറയുന്നു പൂർവംശത്തിലെ ആ ഒരു ഡൈനാസ്റ്റി തന്നെയാണ്. അതിൽ ഈ ഒരു പരീക്ഷിത് മഹാരാജാവിന്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. പൂർവംശത്തിലെ എല്ലാ രാജാക്കന്മാരുടെയും ക്വാളിറ്റീസ് എല്ലാം ഈ കുട്ടിക്കും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷത്തിനെ അനുഗ്രഹിക്കുന്നു. ഓക്കെ, അത്രയും നമുക്ക് പറഞ്ഞുകൊണ്ട് നിർത്താം. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, 16ാമത്തെ ശ്ലോകം മുതൽ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ, ജഗദ്ഗുരു ശില പ്രഭുപാദ് കി ജയ, സമവേത ഗൗരഭക്തവൃന്ദ की जय, गौड़ीय गुरु वृंद की जय, सच्चिदनंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम, जय जय श्री राधे श्याम. गौर प्रेमानंद. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. കമന്റ്